ഫൈനൽ മത്സരങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അറിയിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെയ്തതാണ് ലെവലെത്താൻ വേണ്ടി എത്ര ചെയ്തിട്ട് അങ്ങോട്ട് മാന്യ ശ്രോതാക്കളെ, 2024 ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരങ്ങൾ ഏതാനും ചില നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. പേരിലും പെരുമയിലും പാരമ്പര്യത്തിലും മുടിചൂടാമന്നന്മാരായി നിൽക്കുന്ന 8 പള്ളിയോടങ്ങൾ 2 ബാച്ചുകളിലായി ഫൈനൽ മത്സരങ്ങളിൽ ഏറ്റുമുട്ടുകയാണ്. ഭാരതവർഷം ഭരിച്ചിറങ്ങിയ മഹാരഥന്മാരായ ചക്രവർത്തിമാരെ പോലെ ഈ ആറന്മുളയിലെ ഉത്രട്ടാതി ജലോത്സവത്തിൽ നൂറ്റാണ്ടുകളായി മത്സരിക്കുന്ന മത്സരവള്ളംകളിയാണ് നാം ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആറന്മുളയുടെ പേരിലും പെരുമയിലും ആറന്മുള കണ്ണാടിയിലും ആറന്മുളയുടെ വള്ളസദ്യയും ലോകം എമ്പാടും ശ്രദ്ധിക്കപ്പെടുകയാണ്. ഈ മത്സരവള്ളംകളി നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ 400 വർഷങ്ങൾക്കപ്പുറത്ത് എഴുതപ്പെടുന്ന വിശ്വസിക്കുന്ന കിരാതവും അതുപോലെ തന്നെ രാമപുരത്ത് വാര്യർ കലാകേരളയ്ക്ക് സമ്മാനിച്ച കുചേരവൃത്തം വഞ്ചിപ്പാട്ടും കൊണ്ട് അനുഗ്രഹീതമായ ഈ കേരളത്തിന്റെ വഞ്ചിപ്പാട്ട് സാഹിത്യം എന്നും ഇമ്പമായി പാടി പതിപ്പിച്ച് കേൾക്കുവാൻ കഴിവുള്ള ആറന്മുളയിലെ പാട്ടാശാന്മാരെ കുറിച്ച്, ആറന്മുളയുടെ താളബോധത്തെ കുറിച്ച്, ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകത്തെ കുറിച്ച് മലയാള ഭാഷയിൽ എത്രമാത്രം വിവരിച്ചാലും അതിന് മതിയുണ്ടാവില്ല, അതിന് വിവരിക്കാനാവില്ല. അത്രമാത്രം സംസ്കാരവും സാമൂഹ്യ ബന്ധവും മതസൗഹാർദ്ദവും ഒത്തിണങ്ങി എഴുതിയിരിക്കുന്നതാണ് ഈ മത്സരവള്ളംകളി. ചരിത്രം എത്രയോ കഥ പറഞ്ഞു. മണ്ണ് രാമപുരത്ത് വാര്യർ എന്ന് പറയുന്ന മഹാപണ്ഡിതനായ ഒരു കവി വൈക്കത്തെ ക്ഷേത്രത്തിലെ കഴയക്കാരനായിരുന്നു. ക്ഷേത്ര ദർശനത്തിലെത്തിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ കണ്ട് തന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ഈ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് 4 കവിതകൾ 4 വരി ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുത്തപ്പോൾ ആ ശ്ലോകം കേട്ട മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പണ്ഡിതനായ കവി രാമപുരത്ത് വാര്യരെ കൂടെ തന്റെ നടപ്പുമേനി വഞ്ചിയിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ്. അങ്ങനെ വടക്കൻകൂർ രാജ്യത്തു നിന്ന് തെക്കൻകൂർ രാജ്യത്തിലേക്കുള്ള യാത്രാമധ്യേ 17 പാട്ടുകളും 17 താളങ്ങളും കേട്ടുകൊടുത്ത മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കവിയോട് പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് മൂളുക വാര്യരെ. അന്ന് മടിയിൽ എഴുതി സൂക്ഷിച്ചെന്നും അഥവാ രാജാവിനെ ശ്രീകൃഷ്ണനായി കണ്ടുകൊണ്ട്, തന്നെ കുചേലനായി കണ്ടുകൊണ്ട്, തന്റെ ദാരിദ്ര്യങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് എഴുതപ്പെട്ട കൃതിയാണ്. രാജാവ് പണ്ഡിതനാണ്, രാമപുരത്ത് വാര്യർ പണ്ഡിത ശ്രേഷ്ഠനായതുകൊണ്ട് പാടിക്കൊണ്ടെഴുതിയ കൃതിക്ക് അല്പവ്യത്യാസമില്ല. മലയാള സാഹിത്യത്തിന്റെ പദങ്ങൾ ചേർത്ത് അതിമനോഹരമായി ശ്രേഷ്ഠമായി പദങ്ങൾ കോർത്തിണക്കി മലയാളികളുടെ ഏതൊരാളുടെയും നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്ന ഈരടികൾ കൊണ്ട് സമ്പന്നമാക്കിക്കൊണ്ട് 698 വരികൾ കൊണ്ട് സമ്പന്നമാക്കിയ ഒരു സാഹിത്യ കൃതിയാണ് രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. കുട്ടനാട്ടുകാരനെ തിരിച്ചറിയണമെങ്കിലും ആറന്മുളക്കാരനെ തിരിച്ചറിയണമെങ്കിലും അറിയിപ്പുണ്ട്. ഫൈനൽ മത്സരങ്ങൾക്ക് തടസ്സമായി ഒരു പള്ളിയോടങ്ങളുടെ ഗതിക്ക് കുറുകെ ഇട്ടിരിക്കുന്നതായി അറിയുന്നു. പ്രസ്തുത പള്ളിയോടം അവിടെ നിന്ന് മാറ്റണമെന്ന് അറിയിച്ചുകൊള്ളുകയാണ്. ഫൈനൽ മത്സരങ്ങൾക്ക് തടസ്സമായി നെടുമ്പ്രയാർ പള്ളിയോടം കുറുക്ക് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റ് കർശന നടപടി